സമയം ഒരുപാട് പോയി കഴിഞ്ഞിരുന്നു. പത്മകുമാറിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. രേണുക ദേവിനെ വിളിച്ചു. എന്നാൽ ഓഫീസിൽ വെച്ച് കണ്ടിട്ട് താൻ അയാളെ സമാധാനപ്പെടുത്തി വിട്ടെന്നും കുറച്ച് തിരക്കായതുകൊണ്ട് വേറൊരു ദിവസം വന്നു കാണാൻ പറഞ്ഞെന്നുമായിരുന്നു ദേവ് പറഞ്ഞത്. എന്തോ ഒരു ഭയം അവളെ പിടികൂടിയിരുന്നു. മരുന്നിൻ്റെ ക്ഷീണം കാരണം സുലോചന മയക്കത്തിലായിരുന്നു. കുറച്ചു കഴിഞ്ഞതും വീടിൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ആളെ അവൾ തിരിച്ചറിഞ്ഞു. അച്ഛൻ്റെ ഒപ്പം സ്റ്റേഷനിൽ വന്ന വക്കീൽ. അവൾ വെളിയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കയറി വന്ന അയാൾ സ്വയം പരിചയപ്പെടുത്തി. അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ ഉറങ്ങുകയാണ് എന്ന് അവൾ പറഞ്ഞു. അടുത്ത വീട്ടിലെ ആരെങ്കിലുമോ ബന്ധുക്കളെയോ വിളിക്കാൻ അദ്ദേഹം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചിട്ട് അയാൾ അത്യാവശ്യം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പുറത്തിറങ്ങി നിന്ന് 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മാവനും ചെറിയച്ഛനുമൊക്കെ എത്തി. തൊട്ടടുത്ത വീട്ടിൽ നിന്നും പരിചയക്കാരും. എല്ലാവരും കൂടി നിന്ന് എന്തോ കാര്യം പറയുന്നുണ്ട്. ഗൗരവമുള്ള കാര്യമാണെന്ന് അവൾക്ക് മുഖഭാവങ്ങളിൽ നിന്നും മനസ്സിലായി. ചെറിയച്ഛൻ കയറി വന്നു. മോളെ രേണു, ഏട്ടന് ചെറിയൊരു അപകടം പറ്റി. പേടിക്കാനൊന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഏട്ടൻ്റെ കയ്യിലിരുന്ന വിസിറ്റിംഗ് കാർഡ് വഴി ആരോ വക്കീലിനെ വിളിച്ചു പറഞ്ഞു. അതാണ് പുള്ളി വന്ന് പറഞ്ഞത്. അവൾ യാതൊന്നും കേട്ടില്ല. അച്ഛന് അപകടം പറ്റിയെന്ന വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ദേഹമാകെ ഒരു മിന്നൽ കടന്നു പോയതുപോലെ വിറച്ചു. പുറകിൽ നിന്നും കേട്ട നിലവിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. സുലോചനയാണ്. ആരുടെയോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വന്നതാണവർ. നിലതെറ്റി വീഴാൻ പോകുന്നവരെ കണ്ട് അവൾ ഞെട്ടി. അമ്മാ! അവൾ ഓടിച്ചെന്ന് അവരെ വട്ടം പിടിച്ചു. അപ്പോഴേക്കും ചെറിയച്ഛനും ഓടി വന്നു. അവരെ സെറ്റിയിലേക്ക് ഇരുത്തി. അവൾ അടുക്കളയിലേക്ക് ഓടിപ്പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നു. പേടിക്കണ്ട ചേച്ചി, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ചെറിയച്ഛ, ഞാനും കൂടി വരട്ടെ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ചേച്ചിക്ക് വയ്യ മോളെ, നീ അങ്ങ് വന്നാൽ എങ്ങനെയാ? നാളെ നമുക്ക് പോകാം. ഇപ്പോൾ ഞങ്ങൾ പോകാം. ഒരുവിധം അവളെ സമാധാനിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരെല്ലാവരും പോയി. സുലോചന ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി കേൾക്കുന്ന ദുരന്തങ്ങൾ കാരണം അവർ ആകെ അവശ്യനിലയിലായി. സ്വയം കരയണമോ സുലോചനയെ സമാധാനിപ്പിക്കണോ എന്നറിയാതെ രേണു വിഷമിച്ചു. നാളെ പോയി അച്ഛനെ കണ്ടിട്ടല്ലാതെ ഇനി സമാധാനം വരില്ല എന്നവൾ ഉറപ്പിച്ചു. കുറച്ചു കഴിഞ്ഞതും ആശുപത്രിയിൽ നിന്ന് ചെറിയച്ഛൻ വിളിച്ചു. ചെറിയൊരു സർജറി നടക്കുകയാണ്, മറ്റൊന്നും പേടിക്കണ്ട. അമ്മയെ സമാധാനിപ്പിച്ച് ആഹാരമൊക്കെ കൊടുക്കാൻ പറഞ്ഞു. കഞ്ഞിയൊക്കെ ചൂടാക്കി. സുലോചനയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് കഞ്ഞി കൊടുത്തു. തൊണ്ടയിൽ നിന്ന് ആഹാരം ഇറങ്ങുന്നില്ലെങ്കിലും അവളും കുറച്ച് കഴിച്ചു. അച്ഛൻ സുഖപ്പെടുന്നതുവരെ താൻ തളർന്നു പോകാൻ പാടില്ല. മുരൾച്ചയോടെ സത്യം എന്താണെന്ന് ദൈവത്തിനറിയാഞ്ഞു വന്നു. എത്ര മൂടി വെച്ചാലും ഒരിക്കൽ എല്ലാവരും മനസ്സിലാക്കും. ദൈവം തങ്ങളെ കൈവിടില്ല. അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. രാവിലെ തന്നെ അവൾ ധൃതിയിൽ ഓരോ പണിയായി തീർക്കാൻ തുടങ്ങി. സഹായിക്കാൻ എഴുന്നേറ്റ് വന്ന സുലോചനയെ ശാസിച്ച് അവൾ ഒരിടത്തിരുത്തി. കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കഴിച്ചു. ആശുപത്രിയിലേക്ക് സുലോചനയും കൂടെ വരാമെന്ന് പറഞ്ഞു. വീട്ടിലിരിക്കും തോറും അവർക്ക് സമാധാനം കേടായിരുന്നു. വീട് മുഴുവൻ അടിച്ചുവാരി പഴയ തുണികളെല്ലാം കഴുകിയിട്ടവൾ. അച്ഛനെ കൊണ്ടുവരുമ്പോൾ ഇനിയൊരു ബുദ്ധിമുട്ടും പാടില്ല. അരമണിക്കൂർ കൂടുമ്പോൾ സുലോചന ചെറിയച്ഛനെ വിളിച്ചു കൊണ്ടുവന്നു. കുഴപ്പമില്ല എന്ന് അവിടുന്ന് കേൾക്കുന്ന വാക്കുകളിൽ അവർ സമാധാനിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ചെറിയച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. സർജറി കഴിഞ്ഞ് ICUവിലാണ്. ഇപ്പോൾ ചെന്നാൽ ഒന്ന് കാണാൻ പോലും കഴിയില്ല. സുലോചനയ്ക്കും അത് മതിയെന്ന അഭിപ്രായമായിരുന്നു. അതാകുമ്പോൾ രാത്രി അവിടെ തന്നെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞവർ രേണുകയെ സമാധാനിപ്പിച്ചു. പതിവില്ലാതെ ചില ബന്ധുക്കളും പരിചയമുള്ള നാട്ടുകാരുമൊക്കെ വീടിൻ്റെ മുന്നിൽ കണ്ടു. കേസിൻ്റെ കാര്യം അറിഞ്ഞായിരിക്കുമോ എല്ലാവരും വന്നത്. ഇന്നലെ TV-യിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നല്ലേ തൻ്റെ വാർത്ത. പുറത്തിറങ്ങിയത് ആരും അറിഞ്ഞില്ലേ? അല്ലെങ്കിലും അതൊക്കെ ആര് ശ്രദ്ധിക്കാനാണ്? എല്ലാവർക്കും ചൂട് വാർത്ത കിട്ടിയാൽ മാത്രം മതി. പിന്നീട് അതിനുശേഷമുള്ള വാർത്തകൾ ആർക്കും അറിയണ്ടല്ലോ. പോകാൻ വേണ്ടി അവൾ കുളിച്ച് റെഡിയായി വന്നു. സാധാരണ ആൻറ്റി എന്തെങ്കിലും വിളിച്ചു ചോദിക്കാറുള്ളതാണ് കാണുമ്പോൾ. പക്ഷേ നേരെ ഇത്രയുമായിട്ടും ആരെയും ഇങ്ങോട്ടൊന്നും വിളിച്ചത് കണ്ടില്ല. പുറത്ത് 4-5 വണ്ടികളുടെ ശബ്ദവും ഒക്കെ കേട്ടവൾ മുന്നിലേക്ക് ഇറങ്ങി നോക്കി. വന്നു നിൽക്കുന്ന വണ്ടി ആംബുലൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ ഞെട്ടി അതിലേക്ക് നോക്കി നിന്നു. കാലുകൾ ഒരു വിധത്തിലും അനങ്ങുന്നില്ല. നിലത്തുറഞ്ഞതുപോലെ. കുളി കഴിഞ്ഞിറങ്ങിയ സുലോചനയും മുന്നിലേക്ക് വന്നു. 4-5 പേർ ചേർന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന വെള്ള പുതപ്പിച്ച ദേഹം പത്മകുമാറിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞവൾ ബോധം കെട്ട് നിലം പതിച്ചു. ദേഹം ആ സകലം തളർന്നു കുഴയുന്നത് പോലെ തോന്നി രേണുവിന്. ആരൊക്കെയോ സുലോചനയുടെ അടുത്തേക്ക് പായുന്നുണ്ട്. ആരൊക്കെയോ നിലവിളിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
ഒന്നും മനസ്സിലാകാതെ ഒന്നും തിരിച്ചറിയാനാകാതെ ശില പോലെ അവൾ നിന്നു. ആദ്യത്തെ മരവിപ്പിൽ നിന്നും മുക്തയായതും അവൾ നിലവിളിച്ചുകൊണ്ട് പത്മകുമാറിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. എല്ലാം ശരിയാക്കണമെന്ന് പറഞ്ഞിറങ്ങിപ്പോയ അച്ഛൻ തന്നെയാണോ ഇത് ഉറപ്പിക്കാൻ നിന്ന മട്ടിൽ അവൾ അയാളുടെ അടുത്തേക്ക് വന്ന് നോക്കി. ഇല്ല, ഇത് വേറെ ആരോ ആണ്. ഇത് തൻ്റെ അച്ഛനല്ല. അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കണ്ണിൽ വാത്സല്യവും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയുമായി എപ്പോഴും കാണുന്ന തൻ്റെ അച്ഛനല്ല ഇത്. മുഖത്താകെ തുന്നിക്കെട്ടിയ പാടുകളും നീലിച്ച പാടുകളുമായി കിടക്കുന്ന പത്മകുമാറിനെ ഒരു അപരിചിതനെ പോലെ നോക്കി അവൾ. അമ്മാവ, ചെറിയച്ച, ഇതെൻ്റെ അച്ഛനല്ല. എൻ്റെ അച്ഛൻ വരും, എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അവൾ അമ്മാവൻ സുഭാഷിനോടും ചെറിയച്ഛൻ പ്രസാദിനോടും പറഞ്ഞു. അവർ രണ്ടും അവളെ നോക്കി പൊട്ടിക്കരഞ്ഞു. സുലോചനയുടെ അടുത്ത് സ്ത്രീജനങ്ങൾ മുഴുവൻ ഇരുന്നു. ഇടയ്ക്ക് ബോധം വന്ന അവർ നിലവിളി തുടങ്ങി. ഒന്ന് എഴുന്നേറ്റ് വരാൻ പോലും ആവതില്ലാതെ അവർ തളർന്നു. തെക്കേ പറമ്പിൽ പത്മകുമാറിന് അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മാവ് വെട്ടുന്നതിൻ്റെയും കുഴി വെട്ടുന്നതിൻ്റെയും ശബ്ദം കേൾക്കാനാവാതെ രേണു ചെവി പൊത്തു അടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീടിനകവും പുറവും പരിചയക്കാരെയും ബന്ധുക്കളെയും കൊണ്ട് തങ്ങ നിറഞ്ഞു. അധിക നേരം ബോഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് രേണുവിനോടും സുലോചനയോടും അമ്മാവനും ചെറിയച്ഛനുമൊക്കെ പറഞ്ഞു. തിരികെ എന്ത് പറയണമെന്നറിയാതെ കരഞ്ഞ് നിലവിളിക്കുന്നവരെ കണ്ട് അവിടെ നിന്നവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മരണാനന്തര ചടങ്ങുകൾ തുടങ്ങി. സുലോചനയെ അകത്തുനിന്ന് ആൾക്കാർ പിടിച്ചു കൊണ്ടുവന്നു. ഒന്ന് കരയാൻ പോലും ആവതില്ലാതെ അവർ പത്മകുമാറിൻ്റെ അടുത്തിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. അവസാന ചുംബനത്തിനും ഒരു നോക്ക് കാണുവാനും വേണ്ടി പത്മകുമാറിൻ്റെ അടുത്ത് എത്തിയപാടെ സുലോചന വീണ്ടും ബോധം കെട്ട് വീണു. നിലവിളിയോട് രേണു അയാളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. രേണുക തന്നെയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ഇന്നലെ വരെ കളിച്ച് ചിരിച്ചു നടന്ന ഒരു സന്തുഷ്ട കുടുംബത്തിൻ്റെ ഒരു ദിവസം കൊണ്ടുള്ള നാശം അവിടെ കൂടി നിന്നിരുന്ന അവരെല്ലാം ചർച്ച ചെയ്തു തുടങ്ങി. ഒരു നിമിഷം കൊണ്ട് ചിതയിൽ വെന്ത് വെണ്ണീറായി പത്മകുമാർ. ജനാലക്കരികിൽ നിന്നും രേണുക നോക്കി നിന്നു. തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് അവിടെ കത്തി വരുന്നത് എന്ന് അവൾക്ക് തോന്നി. അച്ഛൻ മാത്രമല്ല മരിച്ചത്, കൂടെ ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ തന്നെ കത്തി തീരുകയാണ്. അഴികളിൽ പിടിച്ചവൾ തളർന്നു നിന്നു. 2 ദിവസം കഴിഞ്ഞാണ് ദേവ് ഇക്കാര്യം ആദിയോട് പറഞ്ഞത്. ഒരു നിമിഷം രേണുവിൻ്റെ അവസ്ഥ ആലോചിച്ച് അവൻ്റെ ഉള്ളം പിടഞ്ഞു. പക്ഷേ 2 നിമിഷം കഴിഞ്ഞതും അവൻ്റെ മുഖഭാവം മാറി. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. നമ്മുടെ അച്ഛൻ്റെ അവസാന സ്വപ്നമാണ് അവ തട്ടിയെടുത്തത്. ഇപ്പോൾ അവൾക്കും മനസ്സിലായി കാണും ചതിയുടെ ശമ്പളം കിട്ടി തുടങ്ങിയെന്ന്. എനിക്ക് തോന്നുന്നത് ഏട്ടാ, ഇത് സാധാരണ ഒരു അപകടമല്ലെന്നാണ്. ആ നരേന്ദ്രനും സായും ഇതിൻ്റെ പിറകിൽ കാണും. ഏട്ടനെ അന്വേഷിച്ച് അവരുടെ അടുത്തെത്തില്ലേ? രേണുകയുടെയും അവളുടെ അച്ഛൻ്റെയും വായിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ രഹസ്യം പുറത്തു പോകുമെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് രേണുകയ്ക്ക് ഒരു താക്കീതുമായി അവന്മാർക്കെതിരെയുള്ള തെളിവുമില്ലാതായി. എനിക്കതൊന്നും അറിയേണ്ടതേ. അവളും അവളുടെ അച്ഛനും കൂടി ചെയ്ത ചതിക്ക് ശിക്ഷ കിട്ടി. അവന്മാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയതും അവർ തന്നെയാണല്ലോ. അവർ തമ്മിൽ നേരിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്നെ അതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നെ ചതിച്ചതിന് അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം, അവൻ പകയോടെ പറഞ്ഞു. സഞ്ചയനം കൂടി കഴിഞ്ഞതോടെ ആ വീട്ടിൽ ജീവനുണ്ടോ എന്ന് തോന്നിക്കും വിധത്തിലുള്ള 2 ആത്മാക്കൾ മാത്രമായി. ഇനി പത്മകുമാർ ഇല്ല എന്ന സത്യത്തോട് 2 പേർക്കും പൊരുത്തപ്പെട്ടു വരാൻ ആകുന്നുണ്ടായിരുന്നില്ല. എവിടെ നോക്കിയാലും ആ വീടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം അയാളുടെ സാന്നിധ്യം മാത്രം. ഏതൊരു സംസാരം തുടങ്ങിയാലും അത് ചെന്ന് അവസാനിക്കുന്നത് പത്മകുമാറിലേക്കായിരിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും സുലോചനയുടെ ആരോഗ്യം മോശമായി കൊണ്ടിരുന്നു. ഇങ്ങനെ തുടർന്നാൽ തനിക്ക് അമ്മയെയും കൂടി നഷ്ടമാകുമെന്ന് രേണുവിന് തോന്നി. എങ്കിലും ഒരിക്കലും അച്ഛൻ തന്നോട് പൊറുക്കുകയില്ല. അവൾ വൈകുന്നേരം പയ്യെ സുലോചനയുമായി പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ആൾക്കാരുടെ കണ്ണിലെ സഹതാപവും സംസാരവും കേൾക്കുമ്പോൾ സുലോചന കരയാൻ തുടങ്ങും. എന്നാൽ പോകെ പോകെ അത് കണ്ടില്ലെന്ന് നടിച്ചതോടെ പിന്നെ ആരും അവരെ നോക്കാറില്ല. സുലോചനയ്ക്ക് മനസ്സിലായി താൻ തളർന്നിരുന്നാൽ രേണുവിൻ്റെ ജീവിതത്തെയാണ് ബാധിക്കുന്നതെന്ന്. മുന്നോട്ടുള്ള അവളുടെ ഭാവി ഇനി തൻ്റെ കയ്യിലാണ്. എന്തെങ്കിലും ഒരു ജോലി നോക്കാൻ അവർ അവളെ നിർബന്ധിച്ചു. രേണുവിനും തോന്നി തുടങ്ങിയിരുന്നു, ജോലിയും തിരക്കുമൊക്കെ ആയാൽ മാത്രമേ ഇനി ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയുള്ളൂ. അച്ഛൻ്റെ പരിചയത്തിൽ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്ക് അക്കൗണ്ട്സിന് ആവശ്യമുണ്ടെന്ന് രേണു അറിഞ്ഞിരുന്നു. അവൾ സുലോചനയെ നിർബന്ധിക്കാൻ തുടങ്ങി. രേണുകയെ പ്രസവിക്കുന്നതിന് മുമ്പ് കുറച്ചു കാലം ജോലിക്ക് പോയിരുന്നതല്ലാതെ അതിനുശേഷം അവർ ജോലി നോക്കിയിരുന്നില്ല. പക്ഷേ സുഹൃത്തിൻ്റെയും രേണുകയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവർ അത് സ്വീകരിച്ചു. താൻ കൂടി ജോലിക്ക് പോയാൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാകും. രേണുകയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് അസുഖം വരുത്തുമെന്നും അവർക്ക് തോന്നിയിരുന്നു. ഒരാഴ്ച പോയി തുടങ്ങിയപ്പോൾ തന്നെ സുലോചനയിൽ ഒരുപാട് മാറ്റം കണ്ടു തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു.
പത്മകുമാറിൻ്റെ 41ൻ്റെ ചടങ്ങ് കഴിഞ്ഞപ്പോഴാണ് രേണുകയ്ക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ ലെറ്റർ വന്നത്. കുറച്ചടുത്ത് തന്നെയാണ്. വലിയ ശമ്പളം ഒന്നുമില്ലെങ്കിലും രേണുക പോകാൻ തീരുമാനിച്ചു. സുലോചന പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കുന്നത് അവൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ മട്ടും ഭാവം കണ്ടപ്പോൾ എന്തായാലും ആ ജോലി തനിക്ക് കിട്ടില്ല എന്ന് തന്നെ രേണുക ഉറപ്പിച്ചു. അല്ലെങ്കിലും ജോലി ചെയ്തുകൊണ്ട് സ്ഥാപനത്തെ ചതിച്ച പെൺകുട്ടിക്ക് ആരാണ് ജോലി തരിക? പിന്നെയും 2 ഇൻ്റർവ്യൂവിന് പോയപ്പോഴും സമാന അനുഭവം തന്നെയായിരുന്നു. അവൾ അതൊന്നും സുലോചനയെ അറിയിക്കാതിരിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് പണികളെല്ലാം തീർത്ത് വെറുതെ പുസ്തകവുമായിരിക്കുകയായിരുന്നു രേണുക. തൻ്റെ പേരിൽ രജിസ്റ്റേർഡ് കത്ത് വന്നപ്പോൾ അവൾ ആദ്യം ചിന്തിച്ചത് ഏതെങ്കിലും ഇൻ്റർവ്യൂ പാസ്സായി കാണുമെന്നാണ്. എന്നാൽ കവറിന് പുറത്തെഴുതിയിരുന്ന KB പാലസിൻ്റെ അഡ്രസ്സ് കണ്ട് അവൾ ഞെട്ടിവിറച്ചു. വിറക്കുന്ന കൈകളോടെ അവൾ അത് തുറന്നു നോക്കി. ലീഗൽ നോട്ടീസായിരുന്നു. സ്വമേധയാ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോയതിന് ഭീമമായൊരു തുക ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ്. ഏറ്റവും താഴെ ആദിയുടെ പേരിലുള്ള സീൽ കണ്ട് അവൾക്ക് കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അവളാകെ തളർന്ന് സോഫയിലേക്കിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല. ഇത്രയും തുകയ്ക്ക് വേണ്ടി ഞാൻ എവിടെ പോകും? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നിരുന്നു. വൈകിട്ട് സുലോചന വരുന്നതിന് മുമ്പ് അവൾ ആ നോട്ടീസ് ഒളിപ്പിച്ചു വെച്ചു. കരഞ്ഞതുപോലെ ഇരുന്ന് അവളുടെ മുഖം കണ്ടതേ സുലോചന ചോദിക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂ കിട്ടിയില്ല അമ്മ, അവർ മെസ്സേജ് അയച്ചിരുന്നു. രേണു സുലോചനയ്ക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. അതിനാണോ ഇത്രയ്ക്ക് വിഷമിച്ചിരിക്കുന്നത്? സാരമില്ല രേണു, ഇത് പോയാൽ വേറൊന്ന് കിട്ടും. എനിക്ക് പ്രതീക്ഷയില്ല അമ്മ. ഇപ്പോൾ തന്നെ എത്രയായി? അന്നത്തെ കേസ് കാരണം ഒരിടത്തും ജോലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയില്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. അവൾ സുലോചനയുടെ മുഖത്ത് അതിശയത്തോടെ നോക്കി. നിന്റെ പേരിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ രേണു. നമുക്ക് സർക്കാർ ജോലി നോക്കാം. അതാകുമ്പോൾ ആരും നിന്നെ പറഞ്ഞു വിടില്ല. കൂടെ എന്തെങ്കിലും ചെറിയ രീതിയിൽ വല്ല ബിസിനസ്സും തുടങ്ങാം. ഒരു ജോലി ആകുന്നതുവരെ അത് നമുക്ക് സഹായമാകും. ബിസിനസ്സോ? എന്ത് ബിസിനസ്? അമ്മയ്ക്ക് നന്നായി തയ്ക്കാൻ അറിയാമല്ലോ, നിനക്കും കുറച്ചൊക്കെ അറിയാമല്ലോ. ബാക്കി കൂടെ പഠിച്ചെടുക്കണം. തൽക്കാലം എൻ്റെ ജോലിയുടെ ശമ്പളമുണ്ടല്ലോ. നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ അതുവഴി നടക്കും. നീ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയി അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങ്. ഒപ്പം എംബ്രോയ്ഡറിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ പഠിച്ചാൽ നമുക്ക് മുന്നോട്ട് ധൈര്യമായി പോകാം. രേണുവിനെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്തോറും കരച്ചിൽ വന്നു. എത്ര പെട്ടെന്നാണ് അമ്മയുടെ സ്വഭാവം മാറിയത്. അച്ഛനുള്ളപ്പോൾ വല്ലപ്പോഴും കടയിലൊക്കെ പോകുന്നതല്ലാതെ അമ്മ അധികം പുറത്തേക്ക് പോകുകയോ ഉത്തരവാദിത്തമായി വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ അവൾ കണ്ടിട്ടില്ല. അവളുടെ നോട്ടം മനസ്സിലാക്കി എന്ന വണ്ണം സുലോചന ചിരിച്ചു. എനിക്കറിയാം നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന്. ജീവിതത്തിൽ താങ്ങും തണലുമായി ആരും ഇല്ലെന്നറിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശക്തരാകും. പപ്പേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പേ കുറച്ച് നാൾ ജോലിക്ക് പോയിരുന്നു. അതിനുശേഷം നീ സ്കൂളിലായപ്പോൾ എത്രയോ തവണ പപ്പേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പഠിക്കാനോ ജോലിയോ നോക്കാൻ. അപ്പോഴൊന്നും ഞാനത് കാര്യമായി എടുത്തിരുന്നില്ല. പിന്നെ എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചു. എന്നിട്ടും പപ്പേട്ടൻ എന്നെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കാൻ അനുവദിച്ചില്ല. തയ്യൽ നന്നായി അറിയാവുന്നത് കൊണ്ട് മെഷീൻ വാങ്ങി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ തയ്ച്ചു തുടങ്ങിയത്. പക്ഷേ അപ്പോഴും പുറമേ നിന്ന് ഒരുപാട് ഓർഡറുകൾ വന്നിരുന്നു. അടുത്ത ബന്ധുക്കൾക്കും അയൽക്കാർക്കുമല്ലാതെ ഞാൻ ഇതുവരെയും ആർക്കും തയ്ച്ചു കൊടുത്തിട്ടില്ല. അവിടെയും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ച് ഞാനിരുന്നു. കാരണം എനിക്ക് ആശ്രയിക്കാൻ പപ്പേട്ടനുണ്ടായിരുന്നു. സാഹചര്യം നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും രേണു. അതുകൊണ്ട് 2 ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് കരുതി നീ തളർന്നിരിക്കരുത്. ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ അത് തേടി കണ്ടുപിടിച്ചാൽ മാത്രം മതി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. സുലോചന അവളെ ചേർത്ത് പിടിച്ച് പുറത്ത് തലോടിക്കൊണ്ടിരുന്നു. രാത്രി കിടക്കുന്ന നേരമെല്ലാം അവൾ ആലോചിച്ചത് നോട്ടീസിൻ്റെ കാര്യം എന്ത് ചെയ്യും എന്നായിരുന്നു. അമ്മയോട് എന്തായാലും അത് പറയാൻ പറ്റില്ല. എന്തോ ഒരു ധൈര്യം എവിടെ നിന്നോ തോന്നുന്നുണ്ട്. ചിലപ്പോൾ അമ്മയുടെ മാറ്റം കണ്ടിട്ടായിരിക്കാം. എന്തായാലും ജീവിച്ചേ മതിയാകൂ. ആരെയും പേടിക്കാതെ അന്തസ്സായി ജീവിക്കണം. താനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ താനെന്തിനു വായിക്കണം? ഒരു തീരുമാനമെടുത്തവൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരം രാവിലെ എണീറ്റ് റെഡിയാകുന്നവളെ കണ്ട് സുലോചന അമ്പരന്നു. ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ പാടെ ഇത് ഉപേക്ഷിക്കാം. എന്തായാലും ശ്രമിച്ചു നോക്കട്ടെ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സംരംഭിച്ചു വെച്ചിരുന്ന ധൈര്യം KB പാലസിലോട്ട് എത്തിയപ്പോഴേക്കും കുറയാൻ തുടങ്ങി. എന്നാലും അത് പുറമെ കാണിക്കാതെ അവൾ അകത്തേക്ക് ചെന്നു. കാണുന്നവരെല്ലാം അവളെ കണ്ട് മുറുമുറുക്കാൻ തുടങ്ങി. ചിലരുടെ മുഖത്താകെ വെറുപ്പും അവജ്ഞയും ആണെന്ന് അവൾ കണ്ടു. ചിലർ പുച്ഛത്തോടെയും നോക്കുന്നുണ്ട്. തൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്ന ദേവ് അവളെ കണ്ട് ഞെട്ടി. ഇപ്പുറത്തെ റൂമിൽ നിന്നും വരികയായിരുന്ന ദീപ്തി അവളെ കണ്ടപാടെ പെട്ടെന്ന് മാറി നിന്നു. രേണുക എന്താ ഇവിടെ?
അവനെ കണ്ടതും അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. ഞാൻ ആദി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ദേവിൻ്റെ നെറ്റി ചുളിഞ്ഞു. ആദിയും രേണുകയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയും തടഞ്ഞേ പറ്റൂ. അവൾ അന്നത്തെ കാര്യം വല്ലതും പറയാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ ദീപ്തി കുടുങ്ങും. ദീപ്തി വഴി ഏട്ടൻ എന്നിലേക്ക് എത്താൻ അധികം താമസമുണ്ടാകില്ല. രേണുക വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. സ്റ്റാഫുകളിൽ ചിലർ അവളെ തന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണുക ആ ക്ഷണം സ്വീകരിച്ചു. ഏട്ടനെയോ? അത് വേണോ? അന്ന് തൻ്റെ അച്ഛൻ വന്നപ്പോൾ തന്നെ ഏട്ടൻ വല്ലാതെ വയലൻ്റ് ആയിരുന്നു. ഇപ്പം രേണുകയെ കണ്ട എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ കഴിയില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇല്ല സർ, എനിക്ക് ആദി സാറിനെ കാണണം, അത്യാവശ്യമാണ്. ഇവിടെ നിന്നും ഒരു നോട്ടീസ് അയച്ചിരുന്നു. രേണുക വന്ന കാര്യം ദേവിനോട് പറഞ്ഞു. അക്കാര്യം അവൻ അറിഞ്ഞില്ലായിരുന്നു. ഇതാണോ ആദി രേണുകയോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞത്? അവൻ 2 നിമിഷം ആലോചനയോടെ നിന്നു. എന്തായാലും രേണുക ഇപ്പോൾ ഏട്ടനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞാനാദ്യം ഏട്ടനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് പോരെ നേരിട്ട് കാണുന്നത്. രേണുക ആദ്യമേ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏട്ടൻ്റെ ദേഷ്യം കൂട്ടുകയുള്ളൂ. ഞാനും അമ്മയും കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അമ്മയുടെ വാക്ക് ഏട്ടന് തള്ളിക്കളയാനും കഴിയില്ല. രേണുകയ്ക്കും അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. അന്ന് തന്നെ ജയിലിൽ നിന്ന് വിടാൻ പറഞ്ഞതും കേസ് വേണ്ട എന്ന് പറഞ്ഞതും ആദ്യയുടെ അമ്മ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് അവൾക്കറിയാം. അവൾ ദേവിനോട് സമ്മതം അറിയിച്ചു. ഏട്ടൻ കാണുന്നതിന് മുന്നേ താൻ പൊയ്ക്കോളും, അതാണ് നല്ലത്. രേണുക പോകാനായി എഴുന്നേറ്റ് തിരിഞ്ഞതും ക്യാബിനിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന രൂപം കണ്ട് അവൾ ഞെട്ടി നിന്നു. തൻ്റെ കയ്യിൽ ദേവിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് വരാമായിരുന്നു. ഇങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു. ഡോർ തുറന്ന ആദ്യം അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഞാൻ ഒരു കാര്യം, രേണുക അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ ശ്രമിച്ചു. ഒരു വാക്കുപോലും ഉരിയാടാൻ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. തോളിൽ നിന്നും കൈ ഊരിപ്പോകുന്ന വേദന. യാതൊരു ദാക്ഷിണ്യവും കൂടാതെ അവൻ അവളെ സ്വന്തം ക്യാബിനിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പുറകെ എത്തിയ ദേവ് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ഒരു നോട്ടത്തിൽ അവനെ നിശബ്ദനാക്കി ആദ്യ ഡോർ അടച്ചു. ദേവ് ഉടനെ തന്നെ ദീപ്തിയെ വിളിച്ചു. നീയാണോ ആദിയോട് രേണുക ഇവിടെ വന്നെന്ന് പറഞ്ഞത്? ഈ സമയത്ത് സാധാരണ അവൻ എൻ്റെ ക്യാബിനിൽ വരലില്ലല്ലോ. അതെ, രേണുകയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കിവിടണ്ടേ, അതാണ് ഞാൻ ആദ്യയോട് പറഞ്ഞത്. ദീപ്തി ശബ്ദം താഴ്ത്തി ദേവിനോട് സംസാരിച്ചു. പന്ന ഡാഷ് മോളെ, നിന്നോട് ആരാ അവനെ വിളിക്കാൻ പറഞ്ഞത്? നീ എനിക്കിട്ട് പണിയാണോ? കൊന്നുകളയും മോളെ. അവൻ്റെ തെറി കേട്ട് ദീപ്തി നടുങ്ങി. ഇതുവരെയും അവൻ തന്നോടിങ്ങനെ സംസാരിച്ചിട്ടില്ല. ദേവ്, ഞാൻ അവൾ എങ്ങാനും അവനോട് വാ തുറന്ന് നിന്നെപ്പറ്റി വല്ലതും പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരരുത്. ആദ്യയോട് നീ എൻ്റെ പേരെങ്ങാനും പറഞ്ഞ രേണുകയുടെ തന്തയുടെ അവസ്ഥ തന്നെയായിരിക്കും നിൻ്റേതും. അവൻ മുരണ്ടുകൊണ്ട് പറഞ്ഞ് ഫോൺ വെച്ചു. ദീപ്തിക്കാകെ വെപ്രാളമായി. അങ്ങനെ ഒരു സാധ്യത അവൾ ചിന്തിച്ചിരുന്നില്ല. അവൾ പെട്ടെന്ന് ആദിയുടെ മുറിയിലേക്ക് ചെന്നു. അതിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്നുണ്ട്. അകത്ത് നിന്നും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നവൾ കാതോർത്തു. എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദം കേട്ടവൾ ഞെട്ടിപ്പിന്മാറി. അകത്ത് ടേബിളിൻ്റെ അരികിലിരുന്ന മാർബിൾ പ്ലാന്റ് സ്റ്റാൻഡും ഫ്ലവർ വേസുമൊക്കെ കൈ കൊണ്ട് തകർത്ത് ദേഷ്യം തീർക്കുകയായിരുന്നു ആദി. അവൻ്റെ ഈ രൂപം ആദ്യമായിട്ടാണ് രേണു കാണുന്നത്. ദേഷ്യവും വെറുപ്പും കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖം കാണും തോറും അവൾക്ക് പേടിയായി. തൻ്റെ നേർക്ക് നടന്നു വരുന്ന അവനെ കണ്ടതും അവൾ കിലുകില വിറക്കാൻ തുടങ്ങി. ഇനി എന്നെ എങ്ങനെ ചതിക്കാനാണ് നീ ഇങ്ങോട്ടേക്ക് ഒരുങ്ങിയിറങ്ങിയത്? ഒരു നൂലിഴ വ്യത്യാസത്തിൽ തൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ചോദിക്കുന്നവനെ നോക്കാൻ ഭയന്നാൾ താഴേക്ക് നോക്കി. തറയിലേക്ക് പതിക്കുന്ന രക്തത്തുള്ളികൾ കണ്ടവൾ ഞെട്ടി അവൻ്റെ കയ്യിലേക്ക് നോക്കി. കൈപ്പത്തിയിൽ നിന്നും തുള്ളികളായി രക്തം താഴേക്ക് ഇറ്റിയിട്ട് വീഴുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. മിണ്ടരുത്, നീ ഒരക്ഷരം മിണ്ടരുത്. എൻ്റെ അച്ഛൻ്റെ വർഷങ്ങളായുള്ള സ്വപ്നമായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് നീ തകർത്ത് കളഞ്ഞത്. ഞങ്ങളുടെ എല്ലാവരുടെയും മാസങ്ങൾ നീണ്ടു നിന്ന ഹാർഡ് വർക്കാണ് ചുളുവിൽ നീ തട്ടിയെടുത്തത്. അവസാന നിമിഷം വരെയും നീ ആകൃതി അതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒടുവിൽ പുറത്തിറങ്ങാൻ വേണ്ടി നിൻ്റെ അച്ഛനെ വെച്ച് കളിച്ചു. എൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ട് നാടകം കളിപ്പിച്ചു. നീ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ഇറങ്ങി വന്നു. ഒരിക്കലും നിനക്ക് മാപ്പില്ല. ഇനി മേല എൻ്റെ കൺമുന്നിൽ വരരുത്. കൊന്നു കളയും ഞാൻ. സർ, ഞാൻ പറയുന്നത് കേൾക്കണം. എങ്ങനെയോ അവൾ പറയാൻ തുടങ്ങി. രക്തം പുരണ്ട കൈക്കൊണ്ടവൻ അവളുടെ കവളിനെ കുത്തിപ്പിടിച്ചു. വേദന കൊണ്ട് രേണുക പൊളഞ്ഞു. അവൻ കൈവിട്ടു. ഇട്ടിരുന്ന ഷോൾ കൊണ്ടവൾ കവിൾ തുടച്ചു. പിന്നെ ബാഗിൽ നിന്നും അവിടുന്ന് അയച്ച നോട്ടീസ് എടുത്ത് കാണിച്ചു. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. അച്ഛനും മകളും കൂടി നന്നായി പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ എന്നെ ചതിച്ചിട്ട്. അതടച്ചാൽ മതി. ഇല്ലേ ഞാൻ കേസാക്കും. അന്ന് രക്ഷപ്പെട്ടു പോയതുപോലെ പോകുമെന്ന് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. സർ, നിങ്ങൾ എന്നെ പറ്റി എന്തു വേണമെങ്കിലും ചിന്തിച്ചോ.
എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് ഇനിയും ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയോ എന്നെ പുറത്താക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാശ് കൊടുക്കണം? ആദ്യയുടെ നെറ്റി ചുളിഞ്ഞു. ഒന്നുകിൽ എന്നെ പറഞ്ഞു വിട്ടതായുള്ള ഡിസ്മിസൽ നോട്ടീസ് തരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും ഇനിയും ജോലി തുടരും. എന്ത് വേണമെന്ന് സാറിന് തീരുമാനിക്കാം. ഞാൻ നാളെ മുതൽ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുകയാണ്. ധൈര്യം സംഭരിച്ച് രേണു പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ കനലെരിയുന്നതായി രേണുവിന് തോന്നി. എങ്കിലും അവൾ ധൈര്യം സംഭരിച്ചു നിന്നു. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്ന ഭീമമായ തുക മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഇവിടെ കയറിപ്പറ്റി ഇനി അടുത്ത് നിന്റെ എന്താ ഉദ്ദേശം? ഈ കമ്പനി കൂടി മറിച്ച് വിൽക്കാനാണോ? അവൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. നിന്റെ മുന്നിൽ ഒരോപ്ഷനേ ഉള്ളൂ. മര്യാദക്ക് നഷ്ടപരിഹാരം നൽകി പോവുക. കുറേ കാശ് കിട്ടിക്കാണുമല്ലോ, പിന്നെന്താ പ്രശ്നം? ഇവിടെ തരാൻ എൻ്റെ കയ്യിൽ ചില്ലി കാശില്ല. അത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും എനിക്ക് വയ്യ. ഒന്നുകിൽ എനിക്ക് ഡിസ്മിസൽ ഓർഡർ കിട്ടണം. അതായിരിക്കും സാറിന് നല്ലത്. എന്നും എന്നെ കണ്ടു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഓ, അങ്ങനെ എൻ്റെ സൗകര്യമോർത്ത് നീ കഷ്ടപ്പെടണ്ട. നിനക്ക് ഇവിടെ വരാൻ അത്രയ്ക്ക് ആഗ്രഹമല്ലേ? വന്നോളൂ, ജോലി ചെയ്തോളൂ. നീ തനിയെ റിസൈൻ ലെറ്റർ തന്നു പോയിക്കോളൂ. ഞാനാ പറയുന്നത്. കേട്ടത് വിശ്വസിക്കാനാകാതെ രേണു നിന്നു. ആദ്യം വിട്ട് എങ്ങനെയെങ്കിലും ഡിസ്മിസൽ ഓർഡർ വാങ്ങിക്കുക എന്നതായിരുന്നു തൻ്റെ ഉദ്ദേശം. വെറുതെയാണ് വീണ്ടും ജോലിക്ക് വരുന്ന കാര്യം എടുത്തിട്ടത്. അല്ലാതെ തൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല. പക്ഷേ ഒരിക്കലും ആദ്യം സമ്മതിക്കുമെന്ന് വിചാരിച്ചില്ല. രേണുകയുടെ നിൽപ്പ് കണ്ടു. എന്തേ, ഇത് നീ പ്രതീക്ഷിച്ചില്ലേ? നിനക്കല്ലേ ജോലിക്ക് കയറാൻ വയ്യാതെ നിന്നത്? ഇപ്പോൾ ഞാൻ സമ്മതിച്ചപ്പോൾ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവൻ്റെ സ്വരത്തിലെ കളിയാക്കൽ മനസ്സിലാക്കി രേണുക. ഞാൻ നാളെ മുതൽ വന്നോളാം, അവൾ ഇടറിക്കൊണ്ട് പറഞ്ഞു. ശരി എന്നാൽ. അവൻ അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. താഴെ എല്ലാവരും ധൃതിയിൽ ജോലിയിലാണ്. മുകളിൽ എല്ലാവരും കാണുക അവളെ നിർത്തിയവൻ. ഗൈസ്, എല്ലാവരും ഒരു നിമിഷം ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കൂ. അവൻ്റെ മുഴക്കമുള്ള ശബ്ദം കേട്ടതും അവിടെ ആകെ നിശബ്ദമായി. രേണുകയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. രേണുകയ്ക്ക് പുതിയൊരാഗ്രഹമുണ്ട്, ഇവിടെ വീണ്ടും ജോലിക്ക് വരാൻ. താഴെ നിന്നും മുറുമുറുപ്പുയർന്നു. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ മുതൽ മിസ് രേണുക പഴയ പോസ്റ്റിൽ ജോലിക്ക് കയറും. പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അന്നത്തെ പൊസിഷനിൽ രേണുക എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ നാളെ മുതൽ ഞാനൊരു ചുമതല കൂടി രേണുകയ്ക്ക് നൽകുകയാണ്. അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. അവൻ തുടർന്നു. നാളെ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു അസിസ്റ്റൻറ്റിനെ ഞാൻ തരികയാണ്. എന്ത് ജോലി വേണമെങ്കിലും രേണുകയോട് പറയാം. നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ രേണുകയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ? അവൻ്റെ വാക്കുകളിൽ ഞെട്ടി അവൾ നിന്നു. അവിടെ സെക്ഷനിൽ 10-20 ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു അസിസ്റ്റൻറ്റോ? താഴെ നിൽക്കുന്നവർ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ഓക്കെ ഗൈസ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ആദ്യം രേണുകയുടെ അടുത്തേക്ക് നീങ്ങി. എന്തേ, ജോലി വേണ്ടെന്ന് വയ്ക്കാൻ തോന്നുന്നുണ്ടോ? ഈ ബിൽഡിങ്ങിലെ ഈ ഒരു സെക്ഷൻ മാത്രമല്ലേ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുള്ളൂ രേണുക. അത് നിനക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നാളെ മുതൽ വെൽക്കം രേണുക. വെൽക്കം ടു ഹെൽ. അവൻ പോയി മറിഞ്ഞിട്ടും അവൾ അങ്ങനെ തന്നെ നിന്നു. പിന്നെ പതിയെ ഇറങ്ങി നടന്നു. ഇതൊക്കെ കണ്ടു നിന്ന ദേവ് അരിശം അടക്കാനാകാതെ പല്ലിറങ്ങി. ബസ് ഇറങ്ങിയ വീട്ടിലേക്ക് നടക്കുമ്പോഴും രേണു ആകെ തളർന്നു. എങ്ങനെ അമ്മയോട് കാര്യം പറയും? ഒളിച്ചു വയ്ക്കാൻ തന്നെ കൊണ്ട് സാധിക്കില്ല. അറിഞ്ഞാൽ അമ്മ തകർന്നു പോകും. പറഞ്ഞാൽ ഉറപ്പായും അമ്മ വിടില്ല. എന്തു ചെയ്യും എന്നാലോചിച്ച് അവൾക്ക് തല കറങ്ങി.